പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ ഇപ്പോൾ വലിയ വലിയ പൊട്ടിത്തെറികൾ അനന്തപുരിയിൽ നടക്കുവാണ്. മുത്തശ്ശൻ പോലും വിചാരിച്ചിരുന്നില്ല ചന്തുമോളെ അനന്തപുരിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത്രയും പ്രശ്നങ്ങൾ അനന്തപുരിയിൽ ഉണ്ടാകുമെന്ന്. അതിൽ കാരണക്കാരനായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അഭി തന്നെയാണ്. എങ്കിലും ഇപ്പോൾ കാണാമറയത്ത് തന്നെയാണ് അഭി നിൽക്കുന്നത്. ആർക്കും പിടികൊടുക്കാതെ രക്ഷപ്പെട്ടു പോകാം എന്ന് വിചാരിച്ചുകൊണ്ട് നടക്കുന്ന അഭിയെ കൊടുക്കാനായിട്ട് ആദർശും നയനയും അനിയൊക്കെ ഇപ്പോൾ കട്ടയ്ക്ക് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകളാണ് അനന്തപുരിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ദേവയാനി ഭയങ്കര ടെൻഷനിലാണ്. ഒന്നാമത്തെ കാര്യം, ആദർശിന്റെ കുഞ്ഞാണ് ചന്തുമോള് എന്നുള്ള ആ കാര്യം അറിഞ്ഞതിന് ശേഷം പിന്നെ നയനയ്ക്ക് ഈ കാര്യം അറിയാം എന്നിട്ടും എന്നോട് മറച്ചു വെച്ചത്. അപ്പോൾ ദേവയാനി ഭയങ്കര ദേഷ്യത്തിൽ ജയനോടും അജയനോടും ഒക്കെ ഇതിനെപ്പറ്റി പറയുമ്പോഴും അതൊരു കുഞ്ഞല്ലേ, അതിനോട് എന്തിനാ ഏട്ടത്തി ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് അവർ തിരുത്താൻ ശ്രമിച്ചു. മാത്രമല്ല, ആദർശ് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ആദർശിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു തെറ്റ് വരാൻ പാടില്ല, അങ്ങനെ വരത്തില്ല ഏട്ടത്തി, അതുകൊണ്ട് അത് കാര്യമാക്കാതെ ഏട്ടത്തി അത് വിട് എന്നൊക്കെ പറഞ്ഞെങ്കിലും അതൊന്നും കേൾക്കാനോ ഒന്നും ഇപ്പോൾ ദേവയാനി തയ്യാറല്ല. എന്നാൽ ദേവയാനിയുടെ വാക്കുകളെല്ലാം ചന്തുമോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ചന്തുമോൾക്ക് അത്രത്തോളം സങ്കടമുണ്ട്. ഈ സമയത്തായിരുന്നു അനി അങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ അനി വന്ന ഉടനെ തന്നെ ദേവയാനി ഭയങ്കര ദേഷ്യത്തിൽ, എല്ലാവരും വലിയ ദേഷ്യത്തിൽ ചർച്ചയിൽ ഇങ്ങനെ മുഴുകിയിരിക്കുന്നത് പോലെ ഇരിക്കുന്നുണ്ട്. അപ്പം എന്താ കാര്യം എന്ന് അനി തിരക്കി. അനി കാര്യം എന്താണെന്ന് തിരക്കിയപ്പോൾ കാര്യം എന്താണെന്ന് പറയാനായിട്ട് അവർ തയ്യാറല്ല. നീ നിന്റെ ഏട്ടത്തിയോട് നീ നിന്റെ അമ്മയോട് ചോദിക്ക്, നിന്റെ അമ്മ അവിടെ ഉണ്ടല്ലോ, എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടും സന്തോഷത്തോടു കൂടി നിൽക്കുന്ന നിന്റെ അമ്മയുണ്ടല്ലോ, നിന്റെ അമ്മയോട് ചോദിക്ക് എന്നൊക്കെ തന്നെ ദേവയാനി ആണെങ്കിലും ജയനാണെങ്കിലും അജയനാണെങ്കിലും പറഞ്ഞു. അത് കേട്ടപ്പോൾ ശരി പോയി ചോദിക്കാം എന്ന് പറഞ്ഞ് അനി അകത്തോട്ട് കയറി പോകുവാണ്. ആ സമയത്ത് അവിടെ പടിക്കെട്ടിന്റെ സൈഡിൽ ചന്തുമോള് നിൽക്കുന്നത് കണ്ടു. ചന്തുമോള് അങ്ങോട്ടേക്ക് നോക്കി സങ്കടപ്പെടുന്നത് കണ്ടപ്പോൾ എന്തോ പന്തികേടല്ല എന്ന് എനിക്ക് തോന്നി. അനി ചന്തുമോളെയും കൊണ്ട് മുകളിലേക്ക് പോയി നേരെ ജാനകിയുടെ അടുത്തേക്ക് ചെന്നു. ജാനകിയുടെ അടുത്ത് ചെന്നതിന് ശേഷം ജാനകിയോട് കാര്യം തിരക്കി. എന്ത് പറ്റി അമ്മ, എന്ത് പറ്റി, എന്താ താഴെ ഇത്ര പ്രശ്നങ്ങൾ, എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ തിരക്കി. ആ സമയത്താണ് അവിടെ നടന്ന സംഭവങ്ങൾ എല്ലാം ജാനകി അനിയോട് പറയുന്നത്. എന്നാൽ ആദർശിന്റെ മോളാണ് ചന്തുമോൾ എന്നുള്ള കാര്യം കേട്ടപ്പോൾ തന്നെ അനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരിക്കലും ആദർശേട്ടൻ അങ്ങനെ ഒരു തെറ്റ് പറ്റത്തില്ല, ആദർശേട്ടൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യത്തില്ല എന്ന് അനി ഉറപ്പിച്ചു പറഞ്ഞു. ഈ കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് അറിയാനായിട്ട് നേരെ മുത്തശ്ശന്റെ അടുത്തേക്ക് അനി ചെന്നു. ഇപ്പൊ ചന്തുമോൾ ഇത് കേട്ടപ്പോൾ തന്നെ ചന്തുമോൾ സങ്കടത്തോടു കൂടി പുറത്തോട്ട് പോകുവാണ്. മുത്തശ്ശന്റെ അടുത്ത് ചെന്നതിന് ശേഷം ഈ കാര്യത്തെ പറ്റി അനി ചോദിച്ചു. എന്നാൽ മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞത് ശരിയാണ്. എന്നാൽ മുത്തശ്ശൻ തിരിച്ചു ചോദിച്ചു, ചന്തുമോള് ഇവിടത്തെ കുഞ്ഞാണ്, ചന്തുമോള് കൊണ്ടുവന്നപ്പോൾ തന്നെ ഇവിടത്തെ കുഞ്ഞായിട്ട് ഞാൻ സ്ഥിരീകരിച്ചു. പക്ഷെ നിനക്ക് തോന്നുന്നുണ്ടോ ആദർശിന്റെ ഭാഗത്ത് നിന്നും ഇങ്ങനെ ഒരു തെറ്റ് പറ്റുമെന്ന്, അല്ലെങ്കിൽ ആദർശ് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് മുത്തശ്ശൻ ചോദിച്ചു. പക്ഷേ ദേവയാനിയെ പോലെ ഒന്നുമല്ല അനി. എനിക്കറിയാം ആദർശ് എന്താണ്, അല്ലെങ്കിൽ ആദർശേട്ടൻ എങ്ങനെ പെരുമാറും എന്നൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് അനി പറഞ്ഞു, ഇല്ല ആദർശേട്ടൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യത്തില്ല, എനിക്ക് ഉറപ്പാണ്. ആദർശേട്ടൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം, എല്ലാ കാര്യങ്ങളും എന്നോട് പറയും. അങ്ങനെയുള്ള ആദർശേട്ടൻ ഇങ്ങനൊരു തെറ്റ് ചെയ്യത്തില്ല എന്ന് അനി ഉറപ്പിച്ചു പറഞ്ഞു. എന്നാൽ നീ ദേവയാനിയോ മറ്റുള്ളവരോ ആരും പറയുന്നത് നീ കേൾക്കണ്ട, ആദർശിനെ സപ്പോർട്ട് ചെയ്യുവാണ് നീ ചെയ്യേണ്ടത്. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം എന്നുകൂടി പറഞ്ഞപ്പോൾ അനിയും അത് സമ്മതിച്ചു. അങ്ങനെ നേരെ ആദർശിനെ കാണാനായിട്ട് അനി കമ്പനിയിലെത്തി. ആദർശിനോട് ഇത് ചോദിച്ചപ്പോഴും ആദർശ് പറഞ്ഞത്, എല്ലാവരെയും പോലെ നീയും എന്നെ കുറ്റപ്പെടുത്താനായിട്ട് വന്നതാണോ? ഉടനെ അനി പറഞ്ഞു, അല്ലേ ഏട്ടാ, ഏട്ടൻ എന്താണെന്ന് എനിക്കറിയാം, ഏട്ടൻ പാവമാണെന്ന് എനിക്ക് മനസ്സിലാവും. ഏട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഏട്ടൻ്റെ ഭാഗത്ത് നിന്നും ഇങ്ങനൊരു തെറ്റ് വരത്തില്ല, അതുകൊണ്ട് ഏട്ടൻ സങ്കടപ്പെടേണ്ട, നമുക്കിതിൻ്റെ സത്യാവസ്ഥ കണ്ടുപിടിക്കാം എന്ന് അനിയും പറഞ്ഞു. ഇതെങ്ങനെ സംഭവിച്ചു, എന്തിനാണ് ഏട്ടൻ ഇങ്ങനെ ഒരു കുറ്റം ഏറ്റെടുത്തത് തുടങ്ങി എല്ലാ കാര്യങ്ങളും പറയുകയും അവസാനം അഭിയുടെ ബ്ലാക്ക്മെയിലിങ്ങിന് വഴങ്ങി, ബ്ലാക്ക്മെയിലിങ് സഹിക്കാൻ പറ്റാതെ ആയപ്പോൾ ആദർശ് അനിയുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നയന സത്യം വിളിച്ചു പറഞ്ഞതും എല്ലാം കേട്ടപ്പോൾ അനിക്ക് കാര്യങ്ങൾ മനസ്സിലായി. അപ്പൊ അനിക്കും സംശയം അഭി തന്നെയാണെന്നാണ്. എന്നാൽ ആദർശിന് അനിയെ സംശയിക്കാതിരിക്കാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ
അന്ന് ചന്തുമോളെയും കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അഭി പറഞ്ഞതാണ്, ഈ കുഞ്ഞിന്റെ പിതൃത്വം ഞാൻ ഏറ്റെടുത്തുകൊള്ളാം. പക്ഷെ അന്ന് മുത്തശ്ശനും അത് സമ്മതിച്ചില്ല. വേണ്ട, നീ ചുമ്മാ ഏറ്റെടുക്കേണ്ട കാര്യമില്ല എന്നാണ് മുത്തശ്ശൻ പറഞ്ഞത്. അതിനുശേഷം ഇവിടെ വന്നപ്പോഴും വേറെ ആരോടും ഒന്നും പറയാനോ ഒന്നും തയ്യാറായില്ല. അപ്പോൾ അഭി തെറ്റ് ചെയ്യത്തില്ല എന്ന് എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് ആദർശ് പറഞ്ഞില്ല. പക്ഷെ അഭി തെറ്റ് ചെയ്യാനുള്ള സാധ്യതയില്ല. എങ്കിലും നമുക്ക് ആരെയും കുറ്റപ്പെടുത്താനായിട്ട് പറ്റത്തില്ല. നമുക്ക് നോക്കാം, സത്യം കണ്ടുപിടിക്കാം. DNA ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ട്. എന്തായാലും സത്യം ഉറപ്പായിട്ടും തിരിച്ചറിയാൻ സാധിക്കും എന്ന് ആദർശ് പറഞ്ഞു. അപ്പോഴും അനിയുടെ സങ്കടം, ആദർശ് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അനിക്ക് അത്ര ഉറപ്പുണ്ട്. അനി അത് പറയുകയും ചെയ്തു. പക്ഷേ ആദർശനാണ് അനിയെ വിശ്വാസമില്ലാത്തത്. അനാമികയുടെ ചെയ്തികൾ എന്താണെന്നൊക്കെ ആദർശിനോട് അനി പറഞ്ഞിട്ടും അതൊന്നും വിശ്വസിക്കാനായിട്ട് ആദർശ് തയ്യാറല്ല. അത് തന്നെയാണ് അനിയുടെയും സങ്കടം. നയനയോട് പോയി ചോദിച്ചപ്പോഴും നയനയും ആദർശിനെ വിശ്വസിക്കാനായിട്ടുള്ള കാരണങ്ങളെല്ലാം പറഞ്ഞു. DNA ടെസ്റ്റിന്റെ റിസൾട്ട് ഉറപ്പായിട്ടും വരും. DNA ടെസ്റ്റിന്റെ റിസൾട്ട് വരുമ്പോഴായിരിക്കും ഇതിന്റെ പിന്നിൽ ആരാണ് കളിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുക. അത് നമുക്ക് ഉറപ്പായിട്ട് കണ്ടുപിടിക്കാം എന്നും നയന ഉറപ്പിച്ചു. പക്ഷെ നയന അതിനുശേഷം അനി തിരികെ വീട്ടിലോട്ട് പോയി. ആദർശിനെ വന്ന് നയന കണ്ടിട്ട് പറയുവാണ്, ചന്തുമോള് വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കും, എല്ലാവരും ചന്തുമോളോട് ദേഷ്യം കാണിക്കും, ഞാൻ ചന്തുമോളെ പോയിന്ന് കളിപ്പിക്കട്ടെ, ഞാൻ അവളുടെ കൂടെ കുറച്ചു നേരം ഇരുന്നോട്ടെ എന്നൊക്കെ ആദർശിനോട് ചോദിച്ചിട്ട് നയന നേരെ ചന്തുമോളുടെ അടുത്തേക്ക് പോകുവാണ്. ആ കുഞ്ഞിന്റെ യഥാർത്ഥ അവകാശം വന്നാലും ചന്തുമോളെ വിട്ടുകൊടുക്കത്തില്ല, അത്രത്തോളം തനിക്ക് ഇഷ്ടമാണെന്നാണ് നയന പറയുന്നത്. അങ്ങനെ ചന്തുമോളെ കാണാനായിട്ട് വീട്ടിലേക്ക് ചെന്നു. അവിടെ ചന്തുമോൾ ഉണ്ടായിരുന്നു. അപ്പോൾ മോളോട് കളിപ്പിച്ച് സംസാരിക്കുമ്പോഴും മോള് പറഞ്ഞത്, എനിക്ക് എൻ്റെ അമ്മയെ കാണണം എന്നായിരുന്നു. എന്നാൽ അമ്മയെ കാണാൻ പോകാമല്ലോ എന്ന് പറഞ്ഞ് നയന ചന്തുമോളെയും കൊണ്ട് അമ്മയുടെ അടുത്തേക്ക് പോകാനായിട്ട് തയ്യാറായി നിൽക്കുമ്പോഴാണ് ദേവയാനി വന്നത്. അതോടുകൂടി നയന എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ ഷോക്കായി നിൽക്കുവാണ്. അവിടെ വെച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു. എന്നാൽ ഇനി എന്തായിരിക്കും സംഭവിക്കുക? അനന്തപുരിയിൽ എല്ലാവരും ആദർശിന്റെ കുഞ്ഞാണെന്ന് കുറച്ചുപേര് ആദർശിന്റെ കുഞ്ഞാണെന്ന് ഉറപ്പിച്ചു പറയുമ്പോഴും പകുതി പേര് അബിയുടെ കുഞ്ഞായിരിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥ കണ്ടുപിടിക്കാനായിട്ടുള്ള ശ്രമത്തിലാണ് അവരെ. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരെ